MT വാസുദേവൻ നായരുടെ 9 കഥകൾ സിനിമയാവുകയാണ്. ഓഗസ്റ്റ് 15-നാണ് ഇതിൻ്റെ ആന്തോളജി സിനിമ ഇറങ്ങുന്നത്. എന്തായാലും ഇതിലെ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് MTയുടെ മകളും നർത്തകിയുമായ അശ്വതി നായരാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ കൂടെ അശ്വതി നായർ ചേരുന്നുണ്ട്. എന്തായാലും സിനിമ റിലീസിന് ഒരുങ്ങുകയാണല്ലോ അല്ലേ? എല്ലാ കടമ്പകളും കഴിഞ്ഞു അല്ലേ? ആദ്യ ചിത്രം ആണ് അല്ലേ? ആദ്യ ചിത്രമല്ലേ യഥാർത്ഥത്തിൽ അശ്വതിയുടെ? എങ്ങനെ തോന്നുന്നു? ആദ്യത്തെ സിനിമയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ സംവിധാനം എന്നുള്ളൊരു ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് കഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി അത് കണ്ട് വിലയിരുത്താൻ പ്രേക്ഷകരാണ്, അവർ വിലയിരുത്തണം. ഒരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജയരാജ്, പ്രിയദർശൻ പോലുള്ള മുൻനിര സംവിധായകർക്കൊപ്പം ഇനി അശ്വതി നായരുടെ പേര് കൂടി വരുന്നു. ഒപ്പം തന്നെ അച്ഛൻ്റെ കഥയാണ് സിനിമയാവുന്നതും. എന്തായാലും അതൊക്കെ ഒരു വലിയ ഈ സിനിമ മേഖലയിലുള്ളവർക്കും അതുപോലെ തന്നെ വലിയൊരു പ്രചോദനമാവുന്നതാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് വേളയിലും അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു സഹകരണവും അവരുടെ ഇതിനോടുള്ള കൂടുതൽ എത്രത്തോളം അവരിതിനോട് അടുത്തു നിന്നു? നമ്മൾ മനോരഥങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊരു ചെറിയ പ്രോജക്റ്റായിട്ടാണ് ആലോചിച്ചത്. ഒരു 10 കഥകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് ഇതുപോലെ എനിക്ക് രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് കണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത്, അതുപോലെ ചെയ്യാമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് സരിഗമ എൻട്രിയോടുകൂടി ഇത് വലിയൊരു പ്രോജക്റ്റായി. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ കഥകൾ ചെയ്യാൻ ഒരുപാട് കാലമായി മോഹിച്ചു നിന്ന ആൾക്കാർ, ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഇതിലൂടെ അത് സാധിച്ചു കൊടുക്കുക, അതിനൊരു നിമിത്തമാവുക, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ. പിന്നെ എല്ലാവരും കൂടി വന്ന് ഇത് അച്ഛനൊരു ട്രിബ്യൂട്ടായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാവരും, ആദ്യത്തെ ഫോൺ കോൾ ചെയ്യുന്ന ആൾ മുതൽ എല്ലാവരും, ആർട്ടിസ്റ്റ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും ഇതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഷൂട്ടിൻ്റെ സമയത്തൊക്കെ നമ്മൾ കോവിഡ് ടൈമിലാണ് ഷൂട്ട് തുടങ്ങിയത്. നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വളരെ നിറഞ്ഞ മനസ്സോടെ വന്ന് സഹകരിച്ചു. അതെനിക്ക് തോന്നുന്നു അത് തന്നെയാണ് മനോരഥങ്ങൾക്ക് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടാനുള്ളൊരു ഇത് മുമ്പ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇത്രയും ആർട്ടിസ്റ്റിനെ, ഇത്രയും ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ള ഡയറക്ടേഴ്സിനെയൊക്കെ നമുക്ക് അണിനിരത്തി കൊണ്ടുവരാൻ സാധിച്ചത്. ഞാനതിൽ പെട്ടുപോയത് തികച്ചും യാദൃച്ഛികമാണ്. അപ്പം ഞാൻ എന്നെ കണക്കാക്കുന്നേ ഇല്ല. പക്ഷേ ഇത്രയും പേരെ എനിക്ക് ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റിയത് എന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ മനോരഥങ്ങളുടെ ഐഡിയ ആരുടെയാണ്? അച്ഛൻ്റെ ആണോ? അല്ല, മനോരഥങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ടാഗോർ സ്റ്റോറീസ് കണ്ടപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നതായിരുന്നു. അപ്പം അത് കണ്ടപ്പം തോന്നി, എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുകൂടാ? അച്ഛൻ്റെ 10, 250, 300ഓളം ചെറുകഥകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സംഗതി ചെയ്തുകൂടാ എന്ന് തോന്നിയിട്ട് അങ്ങനെയാണത് എന്താ പറയുക ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും അച്ഛൻ ഇപ്പോൾ കഥകൾ എഴുത്തുകാരൻ മാത്രമല്ല, തിരക്കഥാകൃത്താണ്, മികച്ച സംവിധായകനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഇതിൽ അച്ഛൻ്റെ എല്ലാ ഇടങ്ങളിലും അച്ഛന് കൈകടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അശ്വതിയുടെ അശ്വതി ചെയ്തിരിക്കുന്ന സിനിമയിൽ എല്ലാം അച്ഛൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഇല്ല, എല്ലാത്തിൻ്റെയും തിരക്കഥ ഒരുക്കുക എന്നുള്ളൊരു ഇതാണ് അച്ഛൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ കൂടെ ഇരുന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ കഥകളാണല്ലോ, ഒരു 30-40 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ ചെയ്യുന്ന സിനിമകൾ. അതല്ലാത്ത മേഖലയിൽ ഇപ്പോൾ അച്ഛന് പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ഷൂട്ടിങ്ങിന് വരാനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ എൻ്റെ സിനിമയുടെ ആദ്യത്തെ ദിവസം ഞാൻ വരാൻ പറഞ്ഞു. അച്ഛനും അമ്മയും ഉണ്ടാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവർ വന്നു. ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് കണ്ടിട്ടാണ് അച്ഛൻ മടങ്ങിയത്. പിന്നെ ഓരോ ഡയറക്ടേഴ്സിനും അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അവർക്കുള്ള സംശയങ്ങൾ, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അച്ഛൻ അവരുടെ കൂടെ നിന്ന് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അച്ഛൻ ഈ ലൊക്കേഷനിലൊക്കെ സജീവമായിരുന്നോ, അതോ പിന്നെ എല്ലാ സ്ഥലത്തും എത്തിയിരുന്നോ? അങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഷൂട്ടിന് അങ്ങനെ എവിടെയും പോയിട്ടില്ല. ആകെ 2 സ്ഥലത്താണ്. ഒന്ന് എൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഡേ വന്നിരുന്നു ഷൂട്ടിന്. ഫോർട്ട് കൊച്ചിയിലും ചെന്നൈയിലും വെച്ചാണ് ചെയ്തത്. അപ്പോൾ കൊച്ചിയിലുള്ള സെറ്റിൽ വന്നിരുന്നു. പിന്നെ ഓളവും തീരവും
ഷൂട്ടിന് ലാൽ സാറും പ്രിയൻ സാറും കൂടി തൊടുപുഴയായിരുന്നു. അപ്പോൾ അതിന് ഒരു ദിവസം അവിടെയും വിസിറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ പ്രോജക്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും 15-നാണ് ഇപ്പോൾ റിലീസ്, OTT റിലീസ് മാത്രമാണ്. തിയേറ്റർ റിലീസ് വേണ്ടാന്ന് വെച്ചതാണോ? അല്ല, ഇത് OTTക്ക് വേണ്ടി കൺസീവ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പം അത് OTT റിലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആദ്യമേ തീരുമാനിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ പിന്നെ ലോഞ്ച് ഒരു വിവാദത്തിലേക്കൊക്കെ വന്നു. ഇതിൻ്റെ സംഘാടനമൊക്കെ നല്ല രീതിയിലാണോ? അത് ഇനിയിങ്ങനെ കാണുന്നു? അത് ആ വിവാദമൊക്കെ കെട്ടടങ്ങിയില്ലേ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നുന്നു. അത് ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് സംഭവിച്ചു. നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ. എന്തായാലും മനോരഥങ്ങൾക്ക് വേണ്ടിയാണ് ഇനി നമ്മളുടെ കാത്തിരിപ്പ്. OTT റിലീസാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഗസ്റ്റ് 15-ന് എത്തുകയാണ്. അതിൽ ഒന്ന് MT വാസുദേവൻ നായരുടെ മകളായ അശ്വതി നായരാണ് അതിനകത്തൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രിയദർശനും ജയരാജും പോലുള്ള മുൻനിര സംവിധായകരും അതിനകത്തുണ്ട്. എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്.